ഹായ് ഹലോ മക്കളെ, എല്ലാവർക്കും സൂപ്പർ നോട്ട്സിന്റെ പുതിയൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. എടാ, നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ നമ്മുടെ ഡിസംബറിൽ അല്ലെ, അടുത്ത മാസം നമുക്ക് 2024 ഡിസംബറിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും നടക്കോ? ഇല്ല. നിങ്ങളിൽ പലരും അങ്ങനെ വിചാരിക്കുന്നുണ്ടാകും, നോട്ടിഫിക്കേഷൻ വരട്ടെ, എന്നാ നമ്മളൊന്ന് അപ്ലൈ ചെയ്യട്ടെ, എന്നിട്ട് പഠിക്കണോ വേണ്ടേ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നാൽ നടക്കുമോ? ഇല്ല. കാര്യം എന്ന് വെച്ചാൽ എന്താണ്, ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസും വളരെ മാറിയിട്ടുള്ള ചോദ്യ പേപ്പറും ഒക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇനി വരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഡിഗ്രി തല പരീക്ഷകൾക്കൊക്കെ പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ മാറിയ സിലബസിനനുസരിച്ച് മാറ്റം വന്ന പരീക്ഷ പാറ്റേണിനനുസരിച്ച് നമുക്ക് നേരത്തെ പഠിച്ചു തുടങ്ങേണ്ട കാര്യമുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ യൂട്യൂബ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമുക്കറിയാലോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് 10 മാർക്കിന് എന്തുണ്ടടാ, നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് അതായത് മലയാളം നമുക്ക് ആ പരീക്ഷയ്ക്ക് വരും. അപ്പോൾ മലയാളത്തിൽ നിന്ന് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു ഭാഗം ഞാനിങ്ങനെ കഴിഞ്ഞ കുറെ ചോദ്യ പേപ്പറുകൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത സമയത്ത്, കുറച്ചൊന്നിങ്ങനെ നോക്കിയ സമയത്ത് ഒരു ക്വസ്റ്റ്യൻ എൻ്റെ ശ്രദ്ധയിൽ പെട്ടു കേട്ടോ. അപ്പൊ ആ ക്വസ്റ്റ്യൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. അതിന്റെ പിന്നിലുള്ള തിയറി എന്താണ് എന്നുള്ളത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് കഴിഞ്ഞൊരു PSC പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. നോക്കിയടാ, അമ്മമാർ കുട്ടികളെ സ്നേഹിക്കുന്നു. ഓക്കെ, അതൊരു സെന്റൻസ് ആണ്. അമ്മമാർ കുട്ടികളെ സ്നേഹിക്കുന്നു. ഈ വാക്യത്തിൽ അമ്മമാർ എന്ന പദം ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ അത് ഏകവചനമാണോ, ബഹുവചനമാണോ, ഇനി അലിംഗ ബഹുവചനമാണോ, സലിംഗ ബഹുവചനമാണോ എന്നുള്ളതാണ് ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഏതാടാ അമ്മമാർ? ഓക്കെ, അപ്പൊ അമ്മമാർ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം അമ്മമാരുണ്ട് അല്ലെങ്കിൽ ഒന്നിലധികം അമ്മയുണ്ട് എന്നുള്ളതാ സൂചിപ്പിക്കുന്നേ. അപ്പൊ ഒന്നിലധികം എന്നുള്ളതിനെ കാണിക്കാൻ വേണ്ടി ഇവിടെ എല്ലാവരുടെയും ശ്രദ്ധ ആദ്യം പോകുന്നത് ബഹുവചനത്തിലേക്കായിരിക്കും. എന്നാൽ അതാണോടാ ഉത്തരം? അതല്ല ഉത്തരം. ശരിക്കും പറഞ്ഞ PSC നമ്മൾ ഇന്ന് തെറ്റിക്കാൻ വേണ്ടി, നമ്മളിന്ന് കുഴപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻസിന് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഈ അമ്മമാർ എന്ന് പറയുന്നത് അത് ബഹുവചനമാണ് ശരിക്കും. പക്ഷെ എന്ന് കരുതിയിട്ട് ഇവിടെ ശരി ഉത്തരം അതാണോ? അല്ലടാ. ശരി ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? സലിംഗ ബഹുവചനാണ് കേട്ടോ. ഓപ്ഷൻ D ആയിരുന്നു എന്ത് എന്ന് പറയുന്നത്, അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് മിസ്സേ അത് ബഹുവചനം അല്ല, അത് സലിംഗ ബഹുവചനമായി എന്നുള്ളത് ഒരുപാട് പേര് അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്ന കാര്യമാണ്. അപ്പൊ ബേസിക് ആയിട്ടുള്ള ഒരു ഗ്രാമർ പോർഷൻ അറിയാത്ത ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിൽ കാണും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാടാ, നമുക്ക് ആ ഗ്രാമർ പോർഷൻ എന്താണെന്ന് ഈ ഒരു സെഷനിലൂടെ അങ്ങ് മനസ്സിലാക്കാം കേട്ടോ. എളുപ്പമാണ്, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 മാർക്ക് അതിനകത്തുനിന്ന് കിട്ടും. മലയാളം ഉള്ള എല്ലാ പരീക്ഷകളും, റീജിയണൽ ലാംഗ്വേജ് മലയാളം വരുന്ന എല്ലാ പരീക്ഷകൾക്കും എന്തുണ്ടടാ, ഈ ഒരു ഭാഗത്ത് നിന്ന് വചനം എന്ന് പറയുന്ന ഭാഗം കേട്ടോ. വചനം എന്ന് പറയുന്ന ലിംഗം, വചനം തുടങ്ങിയിട്ടുള്ള ഭാഗമൊക്കെ നമുക്ക് പഠിക്കാനുണ്ടല്ലോ. അപ്പൊ വചനം എന്നുള്ള ഭാഗത്ത് നിന്ന് ഈ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് ആ വചനം എന്ന് പറയുന്ന ആ ഒരു പോർഷനെ, ആ ഒരു കണ്ടന്റിനെ, നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ നമുക്കൊന്ന് എളുപ്പം മനസ്സിലാക്കാം. എളുപ്പത്തിൽ കേട്ടോ മനസ്സിലാക്കാവേ. അപ്പൊ വചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തു, ഓക്കെ, ആ ഒരു വസ്തു ഒരെണ്ണമാണോ ഉള്ളത് അതോ ഒന്നിലധികമാണോ ഉള്ളത്? നമ്മൾ സിംഗുലറും പ്ലൂറലും എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന സെയിം സാധനമാണിത്. അപ്പൊ ഒരു വസ്തു ഒരെണ്ണമാണോ, എണ്ണത്തിൽ എത്രയുണ്ട്, ഒരെണ്ണമാണോ ഉള്ളത് ഒന്നിലധികമാണോ ഉള്ളത് എന്ന് ആ ഒരു കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വചനം എന്ന് പറയുന്ന ആ ഒരു വിഭാഗം മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ വചനം 2 വിധമുണ്ടടാ. ഏകവചനം അതായത് സിംഗുലർ, ഏകവചനം അതായത് സിംഗുലർ, പിന്നെയോ ബഹുവചനം അതായത് പ്ലൂറൽ. ഓക്കെ, ഏകവചനം സിംഗുലറും ബഹുവചനം പ്ലൂറലും. നമുക്കറിയാലോ ഏകവചനം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വസ്തു ഒന്നേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഇവിടെ ഒരാൾ മാത്രം നിന്നാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഒരു അധ്യാപിക പഠിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ എന്താ, ഏകവചനമാണ് അല്ലെ. ഒരാള് അല്ലെങ്കിൽ ഒരു വസ്തു, ആ വസ്തു ഒന്നേ ഉള്ളൂ, എണ്ണത്തിൽ ഒന്നേ ഉള്ളൂ എങ്കിൽ അത് ഏകവചനമാണ്. അപ്പൊ ബഹുവചനം എന്താടാ, ഒന്നിലധികമുണ്ട്, 2, 4, 10, 8 എത്രയാവട്ടെ, ഒന്നിലധികം ഉണ്ടെങ്കിൽ അതെന്താണ്, ബഹുവചനവുമാണ്. അപ്പൊ നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഏകവചനമാണ് ബഹുവചനമായിട്ട് മാറുന്നത്. ഇപ്പൊ നോക്കിക്കേ, കുട്ടി. ഓക്കെ, കുട്ടി, ഒരു കുട്ടിയേ ഉള്ളൂ എന്ന് ആ വാക്കുകൊണ്ട് അവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതെന്തായി, ഒരുപാട് കുട്ടിയായി അല്ലേ. ഒന്ന് രണ്ട്, ഇപ്പം ഞാൻ ഒരു കുട്ടി ഇവിടെ കൊണ്ടുവച്ചാൽ അത് കുട്ടി, ഏകവചനമാണ്. ഞാനപ്പോ ഒന്നിലധികം കുട്ടിയെ ഇവിടെ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ അത് എന്തായിട്ട് മാറും, കുട്ടികൾ എന്നായിട്ട് മാറും ഇല്ലേ. അപ്പൊ കുട്ടി എന്നുള്ളത് എന്താണ്, ഏകവചനമാണ്. കുട്ടികൾ എന്നുള്ളത് എന്താടാ, ബഹുവചനമായിട്ട് മാറി ഇല്ലേ, ബഹുവചനമായിട്ട് മാറി.
അപ്പോൾ നോക്കിക്കേ, ഒരു ഏകവചനത്തെ നമ്മൾ ബഹുവചനമാക്കണമെങ്കിൽ അതിന്റെ ആ ഒരു രൂപം അല്ലെ, ആ വാക്കിന്റെ രൂപത്തിൽ നമ്മൾ ചില വ്യത്യാസങ്ങൾ വരുത്തി. എന്താ വ്യത്യാസം വരുത്തിയേ? കൾ എന്നുള്ളൊരു ശബ്ദം നമ്മൾ ചേർത്തു. കൾ എന്നുള്ളൊരു ശബ്ദം നമ്മൾ ചേർത്തു. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം ഇതാടാ, മലയാളത്തില് ഏകവചനത്തെ ബഹുവചനമാക്കണമെങ്കിൽ 3 ശബ്ദങ്ങൾ, 3 ഒന്നിച്ച് ചേർക്കണ്ട, 3-ലേതെങ്കിലും ഒന്നായിരിക്കും ചേർക്കേണ്ടി വരിക. ഇതാണ് അർ, മാർ, പിന്നെ കൾ. ഓക്കെ, അർ, മാർ, കൾ എന്നിങ്ങനെ 3 ശബ്ദങ്ങളാണ് നമ്മൾ ബഹുവചന പ്രത്യയങ്ങൾ എന്ന് മലയാളത്തിൽ പറയുന്നത്. അതായത് ഒരു ഏകവചന രൂപത്തെ എന്ത് ചെയ്യാൻ പോകുന്നു? ബഹുവചനമാക്കുന്നു. ഇപ്പൊ മല ഒന്നേ ഉള്ളൂ, മലകൾ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കള്ള് ചേർത്തു അല്ലെ, ബഹുവചന പ്രത്യയം ചേർത്തു, അതിനെ ബഹുവചന രൂപത്തിലേക്കാക്കി മാറ്റി. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലാക്കുക. വചനം എന്ന് പറഞ്ഞാൽ എന്താടാ? ഒരു വസ്തു ഒന്നോ ഒന്നിലധികമോ എന്ന് കാണിക്കുന്നതാണ്, എണ്ണത്തിൽ എത്രയുണ്ട് എന്ന് കാണിക്കുന്നതാണ്. വചനം മലയാളത്തിൽ 2 വിധമാണ്. പ്രധാനമായിട്ടും നമ്മൾ 2ആയിട്ടാണ് തിരിക്കുന്നത്, ഏകവചനമെന്നും ബഹുവചനമെന്നും. ഏകവചനം എന്ന് പറഞ്ഞാൽ ആ വസ്തു ഒന്നേ ഉള്ളൂ, ബഹുവചനം എന്ന് പറഞ്ഞാൽ ഒന്നിലധികമുണ്ട്. ഇനി ഏകവചനത്തെ ബഹുവചനമാക്കാൻ നമ്മൾ 3 ശബ്ദങ്ങളെ ചേർക്കും. ഏതൊക്കെ? അർ, മാർ, കൾ ആണല്ലോ. ഇവരെ 3 പേരെയും കൂടെ ചേർത്ത് നമ്മൾ എന്തു പറയുവടാ? ബഹുവചന പ്രത്യയങ്ങൾ എന്ന് പറയും. ബഹുവചന പ്രത്യയങ്ങൾ എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ചോദ്യം വന്ന വഴി അല്ലെ, നമ്മുടെ ഒരു ചോദ്യം വന്ന വഴി അറിയണ്ടേ? എടാ, ഇതിനകത്ത് ബഹുവചനത്തെ മാത്രം നമ്മൾ എടുക്കാൻ പോവാ. ബഹുവചനത്തിന് കുറെ പിരിവുകൾ ഉണ്ടെടാ മക്കളെ. ബഹുവചനത്തിന് കുറെ പിരിവുകൾ. ബഹുവചനത്തെ നമ്മൾ 3ആയിട്ട് തിരിക്കും. നമ്മൾ പറഞ്ഞല്ലോ, ബഹുവചനം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വസ്തു ഒന്നിലധികമുണ്ട് ഇല്ലേ? നമ്മള് അർ, മാർ അല്ലെങ്കിൽ കൾ, ഇത് 3-ലേതെങ്കിലും ഒന്ന് ചേർത്തിട്ടായിരിക്കും ഏകവചനത്തെ ബഹുവചനമാക്കി മാറ്റുന്നത്. അപ്പൊ ബഹുവചനം 3 തരത്തിലുണ്ടടാ. സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം. ഏതൊക്കെയാ? സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം. ഇത് 3ഉം എന്താണെന്ന് പഠിക്കണം. നമ്മുടെ ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടോ? നമ്മുടെ ക്വസ്റ്റ്യനിൽ ആൻസർ ആയിട്ട് വന്നത് ഈ സലിംഗ ബഹുവചനമായിരുന്നു. എടാ, ആദ്യം അത് തന്നെ പോട്ടെ. സലിംഗ ബഹുവചനം, സലിംഗ ബഹുവചനം. സലിംഗം എന്ന് പറഞ്ഞാൽ ലിംഗത്തോട് കൂടിയത്. അതായത് ഒരു ബഹുവചനം നമ്മൾ കേൾക്കുമ്പോൾ അത് സ്ത്രീയെയാണോ പുരുഷനെയാണോ ഇനി നപുംസകത്തെയാണോ? ലിംഗം എന്ന് പറഞ്ഞാൽ 3 എണ്ണമാണ്: സ്ത്രീ, പുരുഷൻ, നപുംസകം അല്ലെ. നമ്മള് ഫെമിനൈൻ, മസ്കുലിൻ, അതേപോലെ തന്നെ ന്യൂട്രൽ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ സലിംഗം എന്ന് പറഞ്ഞാൽ ആ ഒരു ബഹുവചന രൂപം കാണുമ്പോൾ നമുക്ക് എന്താണെന്ന് തോന്നണം? അത് സ്ത്രീയെയാണോ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ പുരുഷനെയാണോ സൂചിപ്പിക്കുന്നത്? ഇനി അതുമല്ല, സ്ത്രീയോ അല്ല പുരുഷനോ അല്ലാത്ത അചേതനങ്ങൾ, ജീവനില്ലാത്ത വസ്തുക്കളെയാണോ സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നു എന്നുണ്ടെങ്കിൽ അതെന്താടാ? സലിംഗ ബഹുവചനമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ക്വസ്റ്റ്യനകത്ത് തന്നെ ഉണ്ടായിരുന്നു അമ്മമാർ. അമ്മമാർ, അമ്മ ഏകവചനമാണ്, അമ്മമാർ എന്നായപ്പോ അത് ബഹുവചനമായിട്ട് മാറി ആണല്ലോ. അപ്പൊ അമ്മമാർ എന്ന് കേൾക്കുമ്പോൾ അത് സ്ത്രീകളെയാ സൂചിപ്പിക്കുന്നതെന്ന് നമുക്കറിയാം ആണല്ലോ. അച്ഛന്മാർ എന്നാകുമ്പോൾ അത് പുരുഷന്മാരെയാ സൂചിപ്പിക്കുന്നതെന്ന് നമുക്കറിയാം. പക്ഷെ അതേസമയം ഇപ്പൊ ഇതൊരു മേശയാണ് അല്ലെ. അപ്പൊ മേശകൾ എന്ന് പറയുമ്പോൾ അത് ജീവനില്ലാത്തൊരു വസ്തുവാണ്, അതായത് നപുംസകമാണ് എന്ന് നമുക്കറിയാം. ജീവനില്ലാത്ത വസ്തുക്കളായിരിക്കും കൂടുതൽ നപുംസകത്തിൽ വരുന്നത്. അപ്പൊ മേശകൾ എന്ന് പറയുമ്പോൾ അത് നപുംസകത്തെ സൂചിപ്പിക്കുന്നതാണെന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെ സ്ത്രീയാണോ പുരുഷനാണോ നപുംസകമാണോ എന്ന്, അതായത് ന്യൂട്രൽ ജെൻഡർ ആണ് കേട്ടോ, നപുംസകമാണോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ബഹുവചനങ്ങളെ നമ്മൾ സലിംഗ ബഹുവചനം എന്ന് പറയും. എന്ത് പറയൂടാ? സലിംഗ ബഹുവചനം, ലിംഗത്തോട് കൂടിയ ബഹുവചനം എന്ന് പറയും. ഇനി അപ്പൊ അലിംഗം എന്താ? രണ്ടാമത്തത് അലിംഗം, നേരെ ഓപ്പോസിറ്റ്. സ്ത്രീയാണോ അലിംഗം, ലിംഗം ഭേദം ഇല്ലാത്തത്, സ്ത്രീയാണോ പുരുഷനാണോ നപുംസകമാണോ എന്ന് നമുക്ക് വേർതിരിച്ചറിയാൻ സാധിക്കാത്തതിനെയാണ് അലിംഗം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ കാര്യം ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് അലിംഗത്തിൽ ശരിക്കും സ്ത്രീയും വരും പുരുഷനും വരും. നമ്മൾ മുമ്പേ പറഞ്ഞ ഒരു എക്സാമ്പിൾ ഇല്ലേടാ, കുട്ടികൾ. കുട്ടികൾ എന്ന് പറയുമ്പോൾ അത് അലിംഗ ബഹുവചനമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുട്ടി എന്ന് പറയുമ്പോൾ അതിൽ ആൺകുട്ടിയും വരാം പെൺകുട്ടിയും വരാം, ചേർത്ത് നമ്മൾ കുട്ടികളെന്നേ പറയുള്ളൂ. പക്ഷെ ആൺകുട്ടികൾ എന്ന് എടുത്തു പറഞ്ഞാൽ അത് സലിംഗ ബഹുവചനമായിട്ട് മാറും. പക്ഷെ പെൺകുട്ടികൾ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞാൽ അത് സലിംഗമാകും. പക്ഷെ കുട്ടികൾ എന്ന് മാത്രം നമ്മൾ ജനറലി പറയുന്നത് കൊണ്ട് അതിനെ അലിംഗ ബഹുവചനം എന്ന് പറയും. എന്ത് പറയടാ? അലിംഗ ബഹുവചനം എന്ന് പറയും. ക്ലിയർ ആണേ? അപ്പൊ സലിംഗം എന്ന് പറഞ്ഞാൽ ലിംഗത്തോട് കൂടിയത്, അതായത് സ്ത്രീയാണോ പുരുഷനാണോ നപുംസകമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് സലിംഗ ബഹുവചനമാണ്. ഇനിയോ സ്ത്രീയെന്നോ പുരുഷനെന്നോ നപുംസകമെന്നോ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല, എന്നാൽ ഇവരെല്ലാം അതിനകത്ത് ഉൾക്കൊള്ളിക്കുന്ന ഒരു കോമൺ ഒരു സംഭവം അതിനുണ്ട് എന്നുണ്ടെങ്കിൽ അത് അലിംഗ ബഹുവചനമാണ്. ഇപ്പൊ കുട്ടികൾ, അധ്യാപകർ ഇല്ലേ? അപ്പൊ അധ്യാപകർ എന്ന് പറയുമ്പോൾ സ്ത്രീകളും വരാം
പുരുഷന്മാരും വരാം. പക്ഷെ അത് അധ്യാപകന്മാർ എന്നോ അധ്യാപികമാർ എന്നോ ആയിക്കഴിഞ്ഞാൽ അത് എവിടെ പോകുവാടാ? അത് സ്ത്രീ എന്നോ പുരുഷനെന്നോ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അതപ്പോ എവിടെ പോകും? അത് സലിംഗത്തിൽ പോകും. പക്ഷെ അധ്യാപകർന്ന് മാത്രം വരുമ്പോ അത് എവിടെ വരും? അലിംഗത്തിലേ വരികയുള്ളൂ. അപ്പൊ മനസ്സിലായോ? സലിംഗവും അലിംഗവും തമ്മിൽ വ്യത്യാസം മനസ്സിലായല്ലോ. ഇനി അടുത്തതാണ് പൂജകം എന്ന് പറയുന്നത്. എടാ, പൂജകം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ PSC കുറെ ചോദിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. പൂജക ബഹുവചനം കേൾക്കുമ്പോൾ അത് ബഹുവചനം ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ശരിക്കും അതിനൊരു ഏകവചനത്തിന്റെ അർത്ഥമേ ഉള്ളൂ. കാര്യം എന്ന് വെച്ചാൽ ഒറ്റ വ്യക്തിയായിരിക്കും സൂചിപ്പിക്കുന്നത്. മറ്റുള്ള രണ്ട് ബഹുവചനങ്ങളും ഒന്നിലധികം ഉള്ളതിനെയാ സൂചിപ്പിക്കുന്നതെങ്കിൽ ഏകവചനം ഒറ്റ ഒരാളിനെ ആയിരിക്കും ഈ പൂജക ബഹുവചനം സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യനും PSC മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഏകവചനത്തിന്റെ അർത്ഥം തരുന്നതും എന്നാൽ രൂപത്തില് ബഹുവചനമായിട്ടുമുള്ള സാധനങ്ങളാണ് എന്ത് എന്ന് പറയുന്നത്? പൂജക ബഹുവചനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പൂജക ബഹുവചനം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എടാ, ചില പ്രത്യേക സ്ഥാനങ്ങളുള്ളവരെ, ചില പ്രത്യേക പദവികളുള്ളവരെ നമ്മൾ എന്ത് ചെയ്യും? അവരോട് ഇത്തിരി ബഹുമാനം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവരുടെ പേരിന്റെ കൂടെ നമ്മൾ ഈ പറയുന്ന അർ, മാർ, കൾ, നമ്മുടെ 3 ബഹുവചന പ്രത്യയങ്ങളുണ്ടല്ലോ, ഇതിനെ ചേർക്കും. എന്താ പറഞ്ഞേ? ചില ആൾക്കാരോട്, ചില പദവികളോട് നമുക്ക് ഇത്തിരി ബഹുമാനം, ചില വ്യക്തികളോട് ഇത്തിരി ബഹുമാനം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചേർക്കൂടാ? അവരുടെ പേരിനോടൊപ്പം നമ്മുടെ അർ, മാർ, കൾ എന്നിവ ചേർക്കും. എന്തിനു വേണ്ടിയിട്ട് ഈ അറും മാറും കള്ളും നമ്മളവിടെ ചേർക്കുന്നേ? ബഹുമാനം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് പൂജകം എന്ന് പറയുന്നത് കേട്ടോ. ഒരു ബഹുമാനം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ബഹുവചന പ്രത്യയങ്ങളെ ചില പേരുകളോടൊപ്പം ചേർക്കുന്നത്. അപ്പൊ രൂപം കൊണ്ട് അത് എന്തായിട്ട് മാറും? ബഹുവചനമായിട്ട് മാറും. പക്ഷെ അർത്ഥം കൊണ്ട് അത് എന്താണ്? ഏകവചനമാണ്. നമ്മുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളായിരുന്നു, അതിന് ഇത്തിരി ബഹുമാനം കാണിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ സ്വാമികൾ. ഓക്കെ, സ്വാമികൾ. സ്വാമികൾ എന്ന് പറഞ്ഞാൽ ഒരാളെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവിടെ കള്ളെന്ന് പറയുന്ന ബഹുവചന പ്രത്യയം വന്നു. നമ്മൾ ചട്ടമ്പി സ്വാമികൾ എന്ന് പറയില്ലേ? അപ്പൊ എന്താ? അദ്ദേഹം ബഹുമാനം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ചട്ടമ്പി സ്വാമികൾ എന്ന് പറഞ്ഞു. അതേപോലെ നമ്മൾ കളരിയിലൊക്കെ ഗുരുക്കൾ എന്ന് പറയും. ഗുരുക്കൾ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം പേരെയാണോ സൂചിപ്പിക്കുന്നത്? അല്ല. ഗുരുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ഥാനത്തെ നമ്മളൊന്ന് ബഹുമാനിക്കുകയാണ്. അവിടെ നമ്മൾ ഒരു ബഹുവചന പ്രത്യയം ചേർത്തു. അർത്ഥം പക്ഷെ ഏകവചനത്തിൻ്റെതാണ്. പക്ഷെ അതിനെ നമ്മൾ എന്തു പറയും? പൂജക ബഹുവചനം എന്ന് പറയും. അതുപോലെ എക്സാമ്പിൾ നമുക്ക് പറയാടാ. അതുപോലെ നമുക്ക് എക്സാമ്പിൾ പറയാൻ പറ്റുന്നതാണ് ഭട്ടർ. ഓക്കെ, ഭട്ടർ എന്ന് നമ്മൾ പറയും. അതേപോലെ വാദ്യാർ എന്ന് നമ്മൾ പറയും. വൈദ്യർ എന്ന് പറയും. കണ്ടോ? അർ, കൾ, മാർ ഇതൊക്കെ അവിടെ വന്നു. അപ്പോ അർത്ഥം കൊണ്ട് ഒരു വ്യക്തിയാണ് സൂചിപ്പിക്കുന്നതെങ്കിലും എന്തായിരിക്കും? രൂപം കൊണ്ട് ബഹുവചനമായിരിക്കും അത്. അപ്പൊ അതിനെയാണ് നമ്മൾ അത് എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ചേർക്കുന്നേ? രൂപം കൊണ്ട് ബഹുവചനമാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അവരെ ഒന്ന് ബഹുമാനം അല്ലെങ്കിൽ ബഹുമാനം അർഹിക്കുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ ആ സ്ഥാനമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പൊ അതിനെ നമ്മൾ എന്തു പറയും? പൂജക ബഹുവചനം. നമ്മൾ പറഞ്ഞല്ലോ, ഭട്ടർ, വൈദ്യർ, സ്വാമികൾ, ഗുരുക്കൾ ഇതൊക്കെ എന്താണ്? പൂജക ബഹുവചനത്തിന് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ്. അപ്പൊ ഇത്രയേ ഉള്ളടാ. ഇപ്പൊ മനസ്സിലായ ചോദ്യം എങ്ങനെ വന്നു എന്ന്? അപ്പൊ ആ ചോദ്യം കാണുമ്പോ ആദ്യമേ അമ്മമാർ ബഹുവചനം അല്ലേ എന്ന് വിചാരിച്ചിട്ട് ബബിൾ ചെയ്തവരൊക്കെ ഉണ്ടാകും അല്ലേ? അപ്പൊ അങ്ങനെ ആകുമ്പോ നമുക്ക് എന്ത് പറ്റും? അവിടെ തെറ്റ് സംഭവിച്ചു. അതുകൊണ്ടാ പറയുന്നത് PSC ഇങ്ങനെ ട്രിക്കി ആയിട്ടൊക്കെ നമുക്ക് ഓപ്ഷൻസ് തരും. അപ്പൊ നമ്മൾ 4 ഓപ്ഷൻസും നോക്കിയിട്ടേ ഉത്തരം ഏതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ വചനം എന്ന് പറയുന്ന സംഭവം ഇത്രയേ ഉള്ളൂ. അപ്പോ വചനം എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി പറയാം, എന്തായിരുന്നടാ? ഒരു വസ്തു ഒന്നോ ഒന്നിലധികമോ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വചനം എന്ന് പറയുന്ന ഒരു വിഭാഗം ഉപയോഗിക്കുന്നത്. ഒരു വസ്തു ഒന്നേ ഉള്ളൂ എങ്കിൽ അത് ഏകവചനമാണ്. ഒരു വസ്തു ഒന്നിലധികം ഉണ്ടെങ്കിൽ അത് എന്താടാ? ബഹുവചനവുമാണ്. ആണല്ലോ. അപ്പൊ ബഹുവചനത്തെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യടാ? 3 ആയിട്ട് തിരിക്കും. സലിംഗ ബഹുവചനം എന്നും അലിംഗ ബഹുവചനം എന്നും പൂജക ബഹുവചനം എന്നും. സലിംഗ ബഹുവചനം എന്താ? അത് കണ്ടാൽ സ്ത്രീ എന്നോ പുരുഷനെന്നോ നപുംസകം എന്നോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. ഇനി അലിംഗം എന്ന് പറഞ്ഞാൽ എന്താ? അത് സ്ത്രീയും അല്ല പുരുഷനും അല്ല, ഇതെല്ലാം കൂടെ ചേരുന്നതാണ്. ഒരു കോമൺ ആയിട്ടുള്ള ഒരു സംജ്ഞയാണ്, ഒരു പേരാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഓക്കെ, ഇനി പൂജക എന്താണ്? രൂപം കൊണ്ട് ബഹുവചനം ആണെങ്കിലും അർത്ഥം കൊണ്ട് അത് ഏകവചനമാണ്. ചില പ്രത്യേക സ്ഥാനമാനങ്ങളെ നമ്മൾ ബഹുമാനിക്കാൻ വേണ്ടിയിട്ട് ബഹുവചന പ്രത്യയങ്ങൾ ചേർത്ത് പറയാറുണ്ട്. അതിനെയാണ് നമ്മൾ പൂജക ബഹുവചനം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യമുള്ളൂ. ഈ ഒരു ചെറിയ കാര്യം അല്ല, ഏകദേശം ഒരു 10 മിനിറ്റോളം വരുന്ന ഒരു ചെറിയ കാര്യം, ഇതൊന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ നമ്മൾ 1 മാർക്കാണ്. നമുക്കറിയാലോ, നമ്മുടെ ഈ 1 മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ റാങ്കിനെ മുന്നിലും പിന്നിലും ഒക്കെ ആക്കാൻ പറ്റുന്ന വലിയൊരു കാര്യമാണ്. നമുക്കറിയാം അല്ലേ? അപ്പൊ ഈ 1 മാർക്ക് നമുക്ക് വിട്ട് കളയാൻ പറ്റുമോ? വിട്ട് കളയാൻ പറ്റത്തില്ല. അപ്പൊ ഇതുപോലെയുള്ള
പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങൾ, പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങൾ, ഏറ്റവും കൂടുതൽ ആളുകൾ തെറ്റിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ പറയപ്പെടാ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും. നിങ്ങളുടെ ഒരു മാർക്കും നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ അനുവദിക്കില്ല. ഞങ്ങളാൽ കഴിയുന്ന എന്ത് അസിസ്റ്റൻസും നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാകും. അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും പുതിയ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ചിലും ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത്. എടാ, നമ്മുടെ PSCയുടെ പരീക്ഷാ പാറ്റേണുകളൊക്കെ മാറി അല്ലെ? പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂവും ഒക്കെ ഉണ്ട്. ഈ 3 കാര്യങ്ങളും പ്രിലിംസിനും മെയിൻസിനും പ്ലസ് ഇന്റർവ്യൂ അസിസ്റ്റൻസും നിങ്ങൾക്ക് തരുന്ന രീതിയിലുള്ള ബാച്ചാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സൂപ്പർ നോട്ട്സിന്റെ പുതിയ ബാച്ച് 1 എന്ന് പറയുന്നത്. നമുക്ക് NCERT പുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള 350 പരം മണിക്കൂറുകളുടെ റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ വീക്കെൻഡുകളിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ്, അതും ലൈവായിട്ട് അവിടെ ഡൗട്ട് ക്ലിയറൻസും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ഡയറക്റ്റ് നിങ്ങളുടെ ഡൗട്ട്സ് ചോദിച്ച് അത് ക്ലിയർ ചെയ്യാനുള്ള അവസരം കിട്ടുന്നുണ്ട്. UPSCയുടെ ചോദ്യങ്ങൾ അല്ലെ, സിവിൽ സർവീസിന്റെ ചോദ്യങ്ങളൊക്കെ ആ ഒരു പാറ്റേണിലേക്ക് PSC മാറുക ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിവ് കിട്ടുന്നുണ്ട്. ഡെയിലിയും വീക്ക്ലിയും ഒക്കെ നിങ്ങൾ ടെസ്റ്റുകൾ, നമ്മൾ പരീക്ഷ എഴുതാൻ എന്ത് ചെയ്യണോടാ, ഞാൻ എപ്പോഴും പറയേണ്ട, പരീക്ഷ എഴുതാൻ പരീക്ഷ എഴുതി തന്നെ പഠിക്കണം അല്ലെ? അപ്പൊ ടെസ്റ്റ് സീരീസുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ എന്ത് ഡൗട്ടുകളും നിങ്ങൾക്ക് പഠിക്കാൻ ഉള്ള എന്ത് സഹായത്തിനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു മെന്റർ ഉണ്ടായിരിക്കും, ഒരു മെന്റർഷിപ്പ് അസിസ്റ്റൻസ് നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ അമൽ സാറിന്റെ മോട്ടിവേഷണൽ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ തളർന്നു പോകുന്ന സമയങ്ങളിൽ നമ്മുടെ ആവശ്യമാണ് നമുക്ക് ഈ ഒരു പരീക്ഷ വിജയിക്കുക എന്ന് പറയുന്നത്. അപ്പൊ തളർന്നു പോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സാറ് റെഡി ആയിരിക്കും. അതേപോലെ തന്നെ പ്രിന്റബിൾ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും PDF നോട്ട്സും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അതേപോലെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അല്ലെ, നമ്മൾ ഏത് പരീക്ഷയ്ക്കാണെങ്കിലും കറണ്ട് അഫെയർ ജനറൽ അവയർനെസിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് കിട്ടും. അതേപോലെ ടെലഗ്രാം, നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ടെലഗ്രാം ഗ്രൂപ്പ് സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഈ പ്രത്യേകതകളൊക്കെ അടങ്ങുന്ന ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഏറ്റവും അടിപൊളി ഒരു കോഴ്സാണ് ശരിക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ച് എന്ന് പറയുന്നത്. സൂപ്പർ നോട്ട്സ് നിങ്ങൾക്ക് തരികയാണ്, അതും ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ. നിങ്ങളെ സർക്കാർ ജോലിയിൽ അടുത്ത് തന്നെ ഞങ്ങൾ എത്തിക്കും എന്നുള്ള ഉറപ്പാണ് സൂപ്പർ നോട്ട്സ് നിങ്ങൾക്ക് തരുന്നത്. എടാ, അപ്പം മലയാളം ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, പൊളിറ്റി ആയിക്കോട്ടെ, വിഷയങ്ങൾ ഏതും ആയിക്കോട്ടെ, നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു മാർക്കും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ ഏറ്റവും പ്യുവർ ആയിട്ടുള്ള കണ്ടന്റ്, ഏറ്റവും പരീക്ഷ അധിഷ്ഠിതമായിട്ടുള്ള പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് തരും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ മലയാളവുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല വിവരങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. അപ്പോൾ മറക്കണ്ട, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തോളൂ. സൂപ്പർ നോട്ട്സ് നിങ്ങളോടൊപ്പം ഉണ്ടാകും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം മക്കളെ. താങ്ക് യു.